കുടജാദ്രി പരബ്രഹ്മം തന്നെയായ ലോകമാതാവ് ആദിപരാശക്തിയായി വാഴുന്ന ഇടം. ശ്രീ ശങ്കരാചാര്യർ തപസ് ചെയ്ത് ആദിപരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തി പുണ്യം നേടിയ മലനിരകളിലേക്കുള്ള യാത്രയാണ് കുടജാദ്രി യാത്ര. ചെങ്കുത്തായ കൊക്കകളും പുൽമേടുകളോടും കൂടിയ ശാന്തിയുടെ പർവ്വതനിരയിലേക്ക്. മൂകാംബികയിൽ നിന്നും 37 കിലോമീറ്ററോളം ദൂരമുണ്ട് കുടജാദ്രിയിലേക്ക്. അതീവ ദുർഘടമായ റോഡുകളാണ് കുടജാദ്രിയിലേക്കുള്ളത്. ട്രക്കിങ്ങിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവുന്ന റോഡുകളാണ്. കോൺക്രീറ്റ് ചെയ്ത റോഡ് പോലും ട്രക്കിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണെന്ന് തോന്നും. അതുപോലെയുള്ള കുലുക്കാണ്. ജീപ്പ് സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ 3/4 മണിക്കൂറോളം നടന്ന് മല കയറണം. ജീപ്പ് ഇറങ്ങിയാൽ ആദ്യം കാണുന്നത് ചെറിയ അമ്പലങ്ങൾ തന്നെയാണ്. അവിടെയാണ് മഹിഷാസുരനെ വധിച്ച ശൂലം കുത്തി നിർത്തിയത് എന്ന് പറയപ്പെടുന്നു. കുത്തനെയുള്ള ഇടുങ്ങിയ വഴികളിലൂടെ വേണം കുടജാദ്രിയിലേക്ക് നടന്നു കയറാൻ. കൂർത്ത കല്ലുകളും ചോലകളും ഒക്കെയുള്ള വഴിയാണ്. പലപ്പോഴും താഴ്ചയുള്ള കൊക്കയുടെ വശത്തു കൂടി തന്നെയാണ് വഴി പോകുന്നവർ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇത്രയും കുന്നിൻ്റെ മുകളിലായിട്ടും നല്ല വെയിലൊക്കെ ഉള്ള സമയമായിട്ടും തീരെ ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല കാറ്റാണ് കേട്ടോ. എന്നാലും ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ കൂടെ നടന്ന് പരിചയമില്ലാത്തവർ കുഴങ്ങ് തന്നെ ചെയ്യും. എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലം തന്നെയാണ് ആദിപരാശക്തി കുടികൊള്ളുന്ന ഈ മലനിരകൾ. പണ്ട് കാലത്ത് ശങ്കരാചാര്യൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഈ മല കയറുമ്പോൾ നമുക്ക് എങ്ങനെ മുകളിൽ എത്തണം എന്നുള്ള തോന്നൽ തന്നെയാണ്. ഒരാൾ പോലും അയ്യോ ഇത് കയറാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങാനോ നിൽക്കാനോ ഒന്നും ശ്രമിക്കണില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത. ചുറ്റുമുള്ള കാഴ്ചകളെ കൊണ്ട് നമ്മൾ യാത്രയുടെ ദൂരം ശ്രദ്ധിക്കുന്നതന്നെ ഇല്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. കുടജാദ്രിയിൽ നമ്മൾ വിചാരിച്ച പോലെ വലിയ അമ്പലമോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ ശങ്കരാചാര്യർ തപസ്സിരുന്ന് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണ്. അതുകൊണ്ട് ശങ്കരാചാര്യരുടെ ഒരു പ്രതിഷ്ഠ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ദേവിയുടെ ഒരു അദൃശ്യ സാന്നിധ്യവും അത് നൽകുന്ന ഒരു എനർജിയും അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. തിരിച്ചിറങ്ങുന്ന വഴിയിൽ ഗണപതി ഗുഹയിലും കൂടി പോയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ തിരിച്ചിറങ്ങി നേരെ മൂകാംബികയിലേക്ക്.